ഇനി നമുക്ക് പഠിക്കാനുള്ളത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള പോർഷനാണ്. അപ്പോൾ ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. ഇപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ ആക്ച്വലി വരുന്നത്. അപ്പം 2 ക്വാണ്ടിറ്റീസ് ആർ ഇൻ ദ റേഷ്യോ 2:3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒരെണ്ണം 2x ആണെങ്കിൽ മറ്റേത് 3x ആയിരിക്കും എന്നുള്ളതാണ്. 2 quantities are in the ratio 2:3. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. 2 quantities are in the ratio 2:3 എന്ന് പറഞ്ഞാൽ 2:3 എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അതിന് 2/3 എന്നാണ് വായിക്കുന്നത്. അപ്പോൾ 2 quantities are in the ratio 2/3 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം 2 ആണെങ്കിൽ മറ്റേത് 3 ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം 2x ആണെങ്കിൽ മറ്റേത് 3x. അപ്പോൾ നമ്മൾ അതിനെ എടുക്കുന്നത് 2xും 3xും എടുത്തിട്ട് അതിൽ നിന്ന് x എത്രയാണെന്ന് കണ്ടുപിടിക്കുവാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ 2 numbers are in the ratio 2:3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒന്ന് 2 ആണെങ്കിൽ മറ്റേത് 3 ആയിരിക്കും. അപ്പോൾ നമ്മളതിനെ 2 into സംതിങ് എന്ത് ചെയ്യുന്നു അത് തന്നെ വേണം 3 വെച്ചിട്ട് ചെയ്യാനും. അപ്പം നമുക്ക് ആ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 numbers are in the ratio 2:3 എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ആ നമ്പർ 4ഉം 6ഉം ആകാം, അല്ലെങ്കിൽ അത് 2 into 4 ചെയ്യുമ്പോൾ 8, 3 into 4 ചെയ്യുമ്പോൾ 12. ഇത് 4/6 ചെയ്താലും 2/3 ആണ്, 8/12 ചെയ്താലും 2/3 ആണ്. ഇനി നമ്മൾ അതിനൊരു 10 വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 20, 30 ഇതെല്ലാം ഇൻ ദ റേഷ്യോ 2:3 ആണ്. അപ്പം റേഷ്യോ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ക്വാണ്ടിറ്റീസ് വിച്ച് എക്സ്പ്രസസ് ഹൗ മെനി ടൈംസ് വൺ ക്വാണ്ടിറ്റി ഈസ് ഓഫ് ദി അതർ. രണ്ട് ഒരേ തരം അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. റേഷ്യോ എടുക്കുമ്പോൾ എപ്പോഴും ഒരേ ടൈപ്പ്, അപ്പോൾ 1 സെൻറ്റിമീറ്ററിൽ കിടന്നിട്ട് 1 മീറ്ററിൽ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 1 കിലോഗ്രാമിൽ കിടന്നിട്ട് 1 സെൻറ്റിമീറ്ററിൽ എടുക്കാൻ പറ്റും. എല്ലാം ഒരേ തരം സാധനങ്ങളെ നമുക്ക് കമ്പയർ ചെയ്യാൻ റേഷ്യോ വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 2 numbers are in the റേഷ്യോയ്ക്ക് ഒരിക്കലും യൂണിറ്റ് ഇല്ല. അപ്പോൾ ഒരേ യൂണിറ്റിലുള്ള സാധനത്തിനെ വേണം നമ്മൾ റേഷ്യോയിൽ പറയാൻ വേണ്ടി. അപ്പം റേഷ്യോ ബിറ്റ്വീൻ 2 ക്വാണ്ടിറ്റീസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ 2:3 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് 2/3 എന്നാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ അതിൻ്റെ ലോവസ്റ്റ് 2/3 എന്ന് പറയുന്നത് തന്നെയാണ് 4/6. പക്ഷേ നമ്മൾ 2:3 പറയാറുള്ളൂ, 4:6 എന്ന് പറയാറില്ല. റേഷ്യോ എപ്പോഴും നമ്മൾ അതിൻ്റെ ലോവസ്റ്റ് ടേംസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ടേമിനെ നമ്മൾ 2:3 എന്ന് പറയുമ്പം അതിൻ്റെ അത് ഫസ്റ്റ് ടേമിനെ നമ്മൾ ആൻറ്റിസിഡൻ്റ് എന്നും ഇതിനെ നമ്മൾ കോൺസിക്വൻ്റ് എന്നുമാണ് വിളിക്കുന്നത്. ന്യൂമറേറ്റർ വരുന്നതിന് ആൻറ്റിസിഡൻ്റ് എന്നും ഡിനോമിനേറ്റർ വരുന്നതിന് നമ്മൾ കോൺസിക്വൻ്റ് എന്നുമാണ് പറയുന്നത്. അതിന് യൂണിറ്റ് ഇല്ല എന്നുള്ള കാര്യം ഓർത്തോണം. എപ്പോഴും നമ്മൾ ലീസ്റ്റ് ടേംസിലാണ് പറയുന്നത്. ഇനി രണ്ട് റേഷ്യോസ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് A:B C:D, രണ്ട് റേഷ്യോസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ A:B നമുക്ക് A/B എന്ന് എടുക്കാം, C:D നമുക്ക് C/D എന്ന് എടുക്കാം. ഇനി നമുക്ക് ഇതിലേത് റേഷ്യോ ആണ് വലുത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ A:D എന്ന് പറയുന്നത് B:C വലുത് A:D ആണ്. ഇതിൻ്റെ ന്യൂമറേറ്ററും ഇതിൻ്റെ ഡിനോമിനേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇതിൻ്റെ ന്യൂമറേറ്റർ ഇതിൻ്റെ ഡിനോമിനേറ്ററും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് വലുതെങ്കിൽ നമുക്ക് പറയാം A:B ആണ് ഗ്രേറ്റർ. ഈ റേഷ്യോയിൽ A:B ആണ് ഗ്രേറ്റർ. ഇനി A:D ഈസ് ലെസ് ദാൻ B:C ആണെങ്കിൽ A:B ഈസ് സ്മോളർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് സ്മോളർ. ഇനി നമ്മൾ ഇത് രണ്ടും ഈക്വൽ, ഈ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈക്വൽ ആണെങ്കിൽ ഈ റേഷ്യോസ് സെയിം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ അത് ഇത്ര ഒരു ബേസിക് ഐഡിയ ഉണ്ടായാൽ മതി, നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ which ratio is greater? Which ratio is greater? 3:7 or 10:21? 3:7 or 10:21. ഇപ്പം നമുക്ക് ഇത് പല രീതിയിൽ ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3/7ഉം 10/21 കൂടെ കമ്പയർ ചെയ്തിട്ട് 3 into 21ഉം 10 into 7ഉം നോക്കും. 3 into 21 എന്ന് പറയുമ്പോൾ 63 ആണ് അല്ലേ? 63 ആണ്. 10 into 7 എന്ന് പറയുന്നത് 70. അപ്പം 10 into 7 ആണ് അല്ലേ? 10 into 7 ആണ് വലുത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3 into 21 ഈസ് ലെസ് ദാൻ 10 into 7. Therefore 10/21 അല്ലെങ്കിൽ 10:21 ഈസ് ഗ്രേറ്റർ എന്ന് പറയും. നമ്മളിവിടെ യൂസ് ചെയ്തത് ഇത് ഫസ്റ്റ് മെത്തേഡ് എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഇത്, പക്ഷേ നമുക്ക് എല്ലാവർക്കും ഓർത്തിക്കാൻ എളുപ്പമായിരിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. A/Bയും C/Dയും നമ്മൾ എടുക്കുമ്പം A/B ഈസ് ലെസ് ദാൻ C/D ഇഫ് A:D ഈസ് ലെസ് ദാൻ B:C. അപ്പോൾ നമ്മൾ 7 into 10 എടുത്തും 3 into 21 കൂടെ എടുത്തപ്പോൾ
3/21 10/7 കിട്ടി. സോ നമുക്ക് പറയാം C/D അല്ലെങ്കിൽ സെക്കൻഡ് റേഷ്യോ ആണ് വലുത് എന്ന് നമുക്ക് കിട്ടി. ഇത് ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഇതിനെ എയും ബിയും ഇതിനെ സിയും ഡിയും ആയിട്ട് എടുത്താൽ 3/21 7/10 കൂടെ കമ്പയർ ചെയ്തപ്പോൾ 10/7 ആണ് വലുത്. അപ്പോൾ ഈ റേഷ്യോ ആണ് വലുതെന്ന് കിട്ടി. സോ 10/21 ഈസ് ഗ്രേറ്റർ. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടിനെയും ഡെസിമൽസിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കാൽക്കുലേറ്റർ ചെയ്യാം. 3/7 നമ്മൾ ഡെസിമൽസിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. 3/7 എന്ന് പറയുന്നത് 0.4285 ആണ്. 10/21 എന്ന് പറയുന്നത് 0.4761 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ആദ്യത്തെ ഡെസിമലിൽ രണ്ട് സെയിമാണ്, പക്ഷേ ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ 7 എന്നുള്ളതാണ് വലുത്. സോ നമുക്ക് എന്ത് പറയാം, 3/7 ഈസ് ലെസ് ദാൻ 10/21 അങ്ങനെയും പറയാൻ പറ്റും. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ നമുക്ക് പല മെത്തേഡ് ചെയ്യാം. നിങ്ങൾ ആദ്യത്തെ മെത്തേഡ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കൺഫ്യൂഷനാണ്. A/B മൾട്ടിപ്ലൈ ചെയ്ത് B/C മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നത് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നൊരു മെത്തേഡ്, നമ്മളതിനെ റേഷ്യോയിൽ നിന്ന് അതിനെ ഡെസിമൽ പോയിൻറ്റിലോട്ട് മാറ്റിയിട്ട് ഏതിൻ്റെ വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഏതാണ് വലുത് എന്ന് നോക്കിയാൽ മതി. അല്ല എങ്കിൽ പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കുക. 3/7 നമുക്ക് 3/7 10/21 ആണ്. അപ്പോൾ 3/7 എന്നുള്ള റേഷ്യോയെ നമ്മൾ ഇൻറ്റു 3/3 ചെയ്താൽ നമുക്കത് 9/21 എന്ന് വരികയല്ലേ. അപ്പോൾ 3/7 എന്ന് പറയുന്നത് ഇക്വലൻ്റ് ആയിട്ട് ഒരു റേഷ്യോയെ നമ്മൾ ഒരേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ നമ്പർ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ നമ്പേഴ്സ് സെയിം ആയിരിക്കും, സെയിം റേഷ്യോ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 3/7 എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ 9/21 എന്ന് പറയുന്നത്. അപ്പം 3/7 9/21 ആണ്. 10/21 ആണ് മറ്റേ നമ്പർ. അപ്പോൾ 9/21 10/21 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 10/21 അല്ലേ വലുത്. അപ്പോൾ 3/7 എന്ന് പറയുന്നത് 9/21 ആണ്. 9/21 10/21 കൂടെ കമ്പയർ ചെയ്താൽ 10/21 ആണ് വലുത്. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുകയുള്ളൂ, സെയിം ആൻസറേ കിട്ടുകയുള്ളൂ. 10/21 ആണ് വലുത്, അല്ലെങ്കിൽ 10:21 എന്നുള്ള റേഷ്യോ ആണ് വലുത്. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി. ഞാൻ 3 മെത്തേഡിലും ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, divide ₹832 into 2 parts in the ratio 4:9. Divide 832 into 2 parts in the ratio 4:9. 832നെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇൻ ദ റേഷ്യോ 4:9 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഈ റേഷ്യോ നമ്മൾ നോക്കണം. ഈ ടോട്ടൽ എത്രയുണ്ട്, നമ്മൾ 9 + 4 13 പോർഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ നമ്മുടെ കയ്യിൽ 832 ഉണ്ട്. അപ്പോൾ 4:9 ആയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മൾ 4x-ഉം 9x-ഉം ആയിട്ട് എടുത്തിട്ട് അത് വേണം ഈ 832ന് ചെയ്യാൻ. അപ്പോൾ 4 + 9 എന്ന് പറയുന്നത് 13 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരാൾക്ക് 4x-ഉം മറ്റേ ആൾക്ക് 9x-ഉം കിട്ടണം. അപ്പോൾ 4x-ഉം 9x-ഉം കൂടെ ആഡ് ചെയ്യുമ്പം 832 കിട്ടുകയും ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ആൾക്ക് കിട്ടേണ്ടത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ 13 ആണുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 4/13 ആണ്. ഫസ്റ്റ് പാർട്ട് 4/13, മറ്റേത് 9/13. അപ്പോൾ 4/13 ഓഫ് 832. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 4/13 ഇൻറ്റു 832 ആണ്. അപ്പം 13 വെച്ച് ഡിവൈഡ് ചെയ്താൽ 13 ഇൻറ്റു 6 എടുക്കുമ്പം 13 ഇൻറ്റു 5 ചെയ്താൽ 65 ആണ്. അപ്പോൾ 78 വരും. അപ്പം മിച്ചം 52 എന്ന് പറയുമ്പോൾ 4. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു 64, 16 ക്യാരി 1 256 വരും. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 9/13 ഇൻറ്റു 832. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്യുക, 64 ഇൻറ്റു 9 വരും. അപ്പം നമുക്ക് 576. Therefore we divide into ₹256 and ₹576. നമ്മൾ ചെയ്തത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഇത് ആഡ് ചെയ്യുമ്പോൾ 832 കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. 6 6 12 ക്യാരി 1 13 ക്യാരി 1 832 കിട്ടുന്നുണ്ട്. അപ്പോൾ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. നമ്മൾ 4:9 ആയിട്ട് 832 എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്യാം. 2 പേർക്കായിട്ട് 4:9 റേഷ്യോ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ 4ഉം 9ഉം കൂടെ ടോട്ടൽ എത്രയുണ്ട്, 13 ഉണ്ട്. 4 + 9 13 ആണ്. അപ്പം മൊത്തത്തിൽ 13 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ അകത്ത് 4
13/4 പോർഷനാണ് ആദ്യത്തെ ആൾക്ക് കിട്ടുന്നത്. അങ്ങനെയല്ലേ വരുന്നത്? ടോട്ടൽ 4:9 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഒരാൾക്ക് 4 ഒരാൾക്ക് 9 കിട്ടണം. ഒരാൾക്ക് 4 പാർട്ടും മറ്റേ ആൾക്ക് 9 പാർട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര പാർട്ടായിട്ട് നമ്മൾ ചെയ്യണം? 4 + 9 13 പാർട്ടാണുള്ളത്. ആ 13 ഡിവൈഡ് ചെയ്യുന്നതിൽ 4 എണ്ണമാണ് ആദ്യത്തെ ആൾക്ക് കിട്ടുന്നത്. അപ്പോൾ 4/13 ആണ് ഒരാൾക്ക് കിട്ടുന്നത്. മറ്റേ ആൾക്ക് കിട്ടുന്നത് 9/13 ആണ്. എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. 4/13 9/13 കൂടെ ടോട്ടൽ റേഷ്യോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. ആദ്യത്തെ ആൾക്ക് 4/13, രണ്ടാമത്തെ ആൾക്ക് 9/13 എടുത്താൽ 13/13 1 അല്ലേ കിട്ടുന്നത്. അപ്പം ആദ്യത്തെ ആൾക്ക് കിട്ടുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 4/13 ഇൻറ്റു ടോട്ടൽ, അത് 832. അപ്പോൾ നമുക്ക് 256 കിട്ടി. രണ്ടാമത്തത് കിട്ടാൻ വേണ്ടി 9/13 ഇൻറ്റു ടോട്ടൽ, അത് ചെയ്യുമ്പോൾ നമുക്ക് 576 കിട്ടി. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് 256ഉം 576ഉം ആയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two numbers are in the ratio 5:4. Two numbers are in the ratio 5:4. Two numbers are in the ratio 5:4. If 3 is subtracted from the first, 3 is subtracted from the first and 2 is subtracted from the second, if 3 is subtracted from the first and 2 is subtracted from the second, they become in the ratio 6:5. Find the numbers. They become in the ratio 6:5. Find the numbers. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് 5:4 കിടക്കുന്നത്. ഫസ്റ്റ് നമ്പറിൽ നിന്ന് 3ഉം സെക്കൻഡ് നമ്പറിൽ നിന്ന് 2ഉം കുറച്ച് കഴിഞ്ഞാൽ ആ പുതിയ രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 6:5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് 2 നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 5:4 എന്ന് പറയുന്നത് നമുക്ക് ആ നമ്പേഴ്സിനെ 5x എന്നും 4x എന്നും എടുക്കാം അല്ലേ? കാരണം 5 ഇൻറ്റു സംതിങ് ചെയ്യുന്നതാണ് 4 ഇൻറ്റു സംതിങ് ചെയ്യുന്നതുമാണ് നമ്പർ. അപ്പോൾ നമുക്ക് ആ നമ്പേഴ്സിനെ 5x എന്നും 4x എന്നും എടുക്കാം. ലെറ്റ് ദ നമ്പേഴ്സ് ബി, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് കൂടെ എഴുതാം. സിൻസ് ദ നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 5:4, സിൻസ് ദ നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 5:4, ലെറ്റ് ദ നമ്പേഴ്സ് ബി 5x and 6x. Since the numbers are in the ratio 5:4, 6x അല്ല 4x, let the numbers be 5x and 4x. ആ തന്നിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ പറയണേ. 5:4 എന്ന് പറയുമ്പോൾ 5xഉം 4xഉം. Given 5x minus 3 divided by 4x minus 2 is equal to 6/5. ഇതല്ലേ തന്നേക്കുന്നത് ഫസ്റ്റ് അപ്പം നമ്മൾ 5xഉം 4xഉം എടുത്തു കഴിഞ്ഞാൽ നമ്പേഴ്സായി. ആ എക്സ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷേ 5:4 എന്ന് പറയുമ്പം ആ നമ്പേഴ്സിന് നമുക്ക് 5x എന്നും 4x എന്നും എടുക്കാം. അപ്പോൾ 5 ഇൻറ്റു സംതിങ്ങും 4 ഇൻറ്റു അതേ സംതിങ്ങും ചെയ്യുന്നതാണ് നമ്മുടെ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് 5x എന്നും 4x എന്നും എടുത്തു കഴിഞ്ഞാൽ 5xൽ നിന്ന് 3 കുറച്ചു, 4xൽ നിന്ന് 2 കുറച്ചു. പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 6/5, 6:5. അപ്പോൾ അത് നമുക്ക് 6/5 എന്ന് എടുക്കാം. ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. ഇതൊരു ഫ്രാക്ഷൻ ഫോമിലാകുമ്പോൾ നമുക്കതിനെ 5x minus 3 into 5 minus is equal to 6 into 4x minus 2 എന്ന് എടുക്കാം. 5x minus 3 into 5 is equal to 6 into 4x minus 2. അപ്പോൾ 5 into 5 25x minus 50 is equal to 24x minus 12 എന്ന് വരും. 5 into 5 25x minus 15 is equal to 24x minus 12. അപ്പോൾ നമ്മൾ 24xനെ ഇങ്ങോട്ടും 15 അങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ 25x മൈനസ് 24 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആകും. മൈനസ് 15 അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആകും. 15 മൈനസ് 12 എന്ന് വരും. അപ്പം 25x മൈനസ് 24x എന്ന് പറയുമ്പോൾ എക്സ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 15 മൈനസ് 12 ഈക്വൽ ടു 3 എന്ന് കിട്ടി. എക്സ് ഈക്വൽ ടു 3. Therefore the numbers are
ദ നമ്പേഴ്സ് ആർ 5x എന്ന് പറയുമ്പോൾ 5 into 3 ആൻഡ് 4 into 3. അപ്പോൾ അത് 15ഉം 12ഉമാണ്. ദ നമ്പേഴ്സ് ആർ 15 and 12. അപ്പോൾ നമുക്ക് തന്നിരുന്നത് 5:4 നമ്പേഴ്സാണ്. അപ്പോൾ നമ്മളതിനെ 5x എന്നും 4x എന്നും എടുത്തു. 5xൽ നിന്ന് 3യും 4xൽ നിന്ന് 2ഉം കുറച്ചപ്പം ഇവ തമ്മിലുള്ള റേഷ്യോ 5x - 3 4x - 2 എന്നുള്ളത് 6/5 ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ 5 into x 4 into x ചെയ്യുമ്പോൾ നമ്പേഴ്സ് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണോ എന്നറിയാൻ വേണ്ടി, നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ 15/12 നിന്ന് ഇതിൽ നിന്ന് 3യും ഇതിൽ നിന്ന് 2 ഒന്ന് കുറച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് 12/10 കിട്ടും. 12/10 എന്ന് പറയുന്നതല്ലേ നമ്മുടെ 6/5. അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റാണെന്ന് മനസ്സിലാവും. 4th question. The ratio of the number of boys to the number of girls in a school of 450 people. The ratio of the number of boys to the number of girls in a school of 450 students is 4:5. The ratio of the number of boys to the number of girls in a school of 450 students is 4:5. When some new boys and girls are admitted, the number of boys increases by 25. When some new boys and girls are admitted, the number of boys increases by 25, and ratio of boys to girls changes to 9:13. 9:13. Calculate the number of new girls admitted. ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വായിച്ചു നോക്കി, നിങ്ങൾക്ക് തന്നെ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ നോക്കി. ഇപ്പം ടോട്ടൽ 450 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ബോയ്സിൻ്റെ ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 4:5 അല്ലേ. ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ്, നമ്പർ ഓഫ് ബോയ്സ് ടു ദ നമ്പർ ഓഫ് ഗേൾസ്. അപ്പം ബോയ്സ് 4 ആണെങ്കിൽ ഗേൾസ് 5 ആയിരിക്കും. അതാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് കുറച്ച് പുതിയ പിള്ളേരെ അഡ്മിറ്റ് ചെയ്ത്, കുറേ ഗേൾസിനെയും ബോയ്സിനെയും അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുതിയ റേഷ്യോ 9:13 ആയി. അത് എത്ര ബോയ്സിനെയാണ് അഡ്മിറ്റ് ചെയ്തേക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. 25 ഗേൾസിനെ പുതുതായിട്ട് ചേർത്തു, 25 ബോയ്സിനെ പുതുതായിട്ട് ചേർത്തു. അങ്ങനെയാണെങ്കിൽ എത്ര ഗേൾസിനെയാണ് പുതുതായിട്ട് ചേർത്തത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാവുന്നത്, ആദ്യം എത്ര ബോയ്സ് ഉണ്ടായിരുന്നു, ആദ്യം എത്ര ഗേൾസ് ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം 4:5 ആണ് റേഷ്യോ. ടോട്ടൽ 450 ആണ്. അപ്പോൾ അതിനെ നമ്മൾ 4 + 5 9. അപ്പോൾ ടോട്ടൽ ഈ 4:5 എന്ന് പറയുമ്പോൾ 9 പോർഷൻസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ്. 4:5 എന്ന് പറയുമ്പോൾ 9 ആണ്. 4 + 5 9 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ 4 പോർഷൻസ് ബോയ്സും 5 പോർഷൻസ് ഗേൾസും. അതാണ് അതിൻ്റെ റേഷ്യോ. ഇൻ ദ റേഷ്യോ 4:5 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. ഈ ടോട്ടൽ 9ൽ 4 ബോയ്സ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ടോട്ടൽ 9ൽ 5 ഗേൾസ് ആണ്. അപ്പോൾ 5/9 ആണ് ഗേൾസ്. ഇതാണ് അതിൻ്റെ മീനിങ്. നമുക്ക് നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും ആദ്യം കണ്ടുപിടിക്കാം. Given the number of boys to the number of girls is 4:5. 4 + 5 is equal to 9. Therefore, number of boys is equal to 4/9 into 450. അപ്പം 9ഉം 450യും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്താൽ 9 5s are 45 ആണ്. അപ്പോൾ 50. 4 5s are 200 കിട്ടും നമുക്ക്. നമ്പർ ഓഫ് ബോയ്സ് 200 ആണ്. ഇനി നമ്പർ ഓഫ് ഗേൾസ് ഇസ് ഈക്വൽ ടു 5/9 into 450, 250 വരും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും കിട്ടും. നമ്പർ ഓഫ് ന്യൂ ബോയ്സ് അഡ്മിറ്റഡ്
നമ്പർ ഓഫ് ന്യൂ ബോയ്സ് അഡ്മിറ്റഡ് 25 എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ന്യൂ ബോയ്സ് അഡ്മിറ്റഡ് ഈസ് ഈക്വൽ ടു 25. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ന്യൂ ഗേൾസ് ആണ്. അത് നമുക്ക് എക്സ് ആയിട്ട് ലെറ്റ് ദ നമ്പർ ഓഫ് ന്യൂ ഗേൾസ് അഡ്മിറ്റഡ് ബി എക്സ്. നമുക്ക് നമ്പർ ഓഫ് ന്യൂ ബോയ്സ് 25, ന്യൂ ഗേൾസ് എക്സ് ആയിട്ടും എടുത്തു. ഇനി നമുക്ക് ഇപ്പോൾ അഡ്മിഷൻ കഴിഞ്ഞിട്ടുള്ളത് വേണ്ടേ? അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ബോയ്സ് എന്ന് പറയുന്നത് ആദ്യം 200 ആയിരുന്നു, അതിൻ്റെ കൂടെ 25 കൂടെ വന്നു. 200 + 25. ടോട്ടൽ ഗേൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 250 + എക്സ്. പുതിയത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, നമ്മളതിനെ എക്സ് എന്ന് വിളിച്ചപ്പോൾ 250 + എക്സ്. ഇനി തന്നിരിക്കുന്നത് എന്താണ്? പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 9/13 ഗീവൺ 200 + 25 ഡിവൈഡഡ് ബൈ 250 + എക്സ് ഈസ് ഈക്വൽ ടു 9/13. ഇതല്ലേ തന്നിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ്. പുതിയ റേഷ്യോ 9/13 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനെ ഇത് 225 ആണ്. അപ്പോൾ നമ്മൾ 225 × 13 ഈസ് ഈക്വൽ ടു 9 × 250 + എക്സ് എന്ന് വരും. 225 × 13 ഈസ് ഈക്വൽ ടു 9 × 250 + എക്സ്. ഇപ്പം 225 × 13 അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 2925 ഈസ് ഈക്വൽ ടു 25 × 9 എന്ന് പറയുമ്പോൾ 2250 + 9x എന്ന് വരും. ഇത് സബ്ട്രാക്ട് ചെയ്യണം. 2925 - 2250 ഈസ് ഈക്വൽ ടു 9x. അപ്പോൾ അത് ചെയ്യുമ്പോൾ 675 വരും. 675 ഈക്വൽ ടു 9x. എക്സ് എന്ന് പറയുന്നത് 675/9 വരും. 9 × 7 ചെയ്യുമ്പോൾ 63, 75 വരും. Therefore, the number of new girls admitted is 75. Number of new girls ആയിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത്. അത് നമുക്ക് 75 എന്ന് നമ്പർ ഓഫ് ന്യൂ ഗേൾസ് അഡ്മിറ്റഡ് ഈസ് ഈക്വൽ ടു 75 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ആദ്യം തന്നിരിക്കുന്ന റേഷ്യോയും ടോട്ടൽ നമ്പറും വെച്ചിട്ട് നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും നിലവിൽ എത്ര ഉണ്ടെന്ന് നോക്കി. എന്നിട്ട് പുതിയ നമ്പർ ഓഫ് ബോയ്സ് 25 ആണ്. അപ്പോൾ അത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് കിട്ടി. ഇനി പുതിയ ഗേൾസിന് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് അത് നമ്മൾ എക്സ് എന്ന് എടുത്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് കിട്ടും. Fifth question. The weights of Mr. Gupta and Mrs. Gupta are in the ratio 7:8. The weights of Mr. Gupta and Mrs. Gupta are in the ratio 7:8 and their combined weight is 120 kilogram. Combined weight എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെയും കൂടെ വെയിറ്റ്. The weights of Mr. Gupta and Mrs. Gupta are in the ratio 7:8 and their combined weight is 120 kilogram. And their combined weight is 120 kilogram. After taking a dieting course, the weight of Mr. Gupta reduces by 6 kilogram. After taking a dieting course, the weight of Mr. Gupta reduces by 6 kilogram, and the ratio between their weights changes to 5:6. After taking a dieting course, the weight of Mr. Gupta reduces by 6 kilogram and the ratio between their weights changes to 5:6. Find the reduction of weight of Mrs. Gupta. Find the reduction of weight of Mrs. Gupta due to his dieting course. Find the reduction of weight of Mrs. Gupta due to this dieting course. Find the reduction of weight of Mrs. Gupta due to this dieting course.
അപ്പം മിസ്റ്റർ ഗുപ്ത മിസ്സസ് ഗുപ്തയുടെ വെയ്റ്റിൻ്റെ റേഷ്യോ 7:8 ആയിരുന്നു. അതായത് ടോട്ടൽ 120 ആണ്. അതിൽ 7 പാർട്ട് മിസ്റ്റർ ഗുപ്തയുടെ, 8 പാർട്ട് മിസ്സസ് ഗുപ്തയുടേതാണ്. രണ്ടുപേരും ഒരു ഡയറ്റിംഗ് കോഴ്സ് ചെയ്തു കഴിഞ്ഞപ്പം മിസ്റ്റർ ഗുപ്തയുടെ 6 കിലോഗ്രാം കുറഞ്ഞു. മിസ്സസ് ഗുപ്തയുടെ എത്ര കുറഞ്ഞു എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. കാരണം പുതിയ റേഷ്യോ 5:6 ആണ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒറിജിനൽ വെയ്റ്റ് ആദ്യം കണ്ടുപിടിക്കാം. ഗിവൺ the ratio between the weights of Mr. Gupta and Mrs. Gupta is 7:8. Given the ratio between the weights of Mr. Gupta and Mrs. Gupta is 7:8. 7:8. 7 plus 8, 15 ആണ്. Weight of Mr. Gupta is equal to ടോട്ടൽ 15 ആണ്. അതിൻ്റെ 7 മിസ്റ്റർ ഗുപ്തയുടെയാണ്. അപ്പോൾ 120. ടോട്ടൽ വെയ്റ്റ് 120 ആണ്. അപ്പോൾ 7/15 ഓഫ് 120 ആണ്. 15 × 8 വരും. അപ്പോൾ ആൻസർ 56. അടുത്തത് വെയ്റ്റ് ഓഫ് മിസ്സസ് ഗുപ്ത. മിസ്സസ് ഗുപ്തയുടെ എത്രയാണ്? 8 പാർട്ടാണ്. 8/15 × 120. 8 8s are 64. നമ്മൾ ചെയ്ത് ശരിയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 120 കിട്ടണം. അപ്പം 120 കിട്ടുന്നുണ്ടല്ലോ. അപ്പം മിസ്റ്റർ ഗുപ്തയുടെ മിസ്സസ് ഗുപ്തയുടെ വെയ്റ്റ് നമുക്ക് കിട്ടി. ന്യൂ വെയ്റ്റ് എത്രയാണ്? മിസ്റ്റർ ഗുപ്തയുടെ ന്യൂ വെയ്റ്റ് ഓഫ് മിസ്റ്റർ ഗുപ്ത ഈസ് ഈക്വൽ ടു 56 ആയിരുന്നു. 6 കുറഞ്ഞു. അപ്പോൾ അത് 50 വരും. ന്യൂ വെയ്റ്റ് ഓഫ് മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്നത് 56 - 6 ആണ്, 50 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിസ്സസ് ഗുപ്തയ്ക്ക് എത്ര കുറഞ്ഞു എന്നാണ്. ലെറ്റ് ദ വെയ്റ്റ് ഓഫ് മിസ്സസ് ഗുപ്ത reduces by x kilogram. Let the weight of Mrs. Gupta reduces by x kilogram. x kilogram കുറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ന്യൂ വെയ്റ്റ് ഓഫ് മിസ്സസ് ഗുപ്ത ഈസ് ഒറിജിനലി 64 കിലോഗ്രാം ആയിരുന്നു. എക്സ് കിലോഗ്രാം കുറച്ചു. അപ്പോൾ 64 - x. ന്യൂ വെയ്റ്റ് ഓഫ് മിസ്സസ് ഗുപ്ത ഈസ് 64 - x. Given ratio between the new weights is 5:6. Therefore 50/64 - x equal to 5/6. Given ratio between the new weights is 5/6. Therefore 50/64 - x equal to 5/6. 50 × 6 is equal to 5 × 64 - x വരും. നമുക്ക് 5 വെച്ച് രണ്ട് സൈഡും ക്യാൻസൽ ചെയ്താൽ ഇവിടെ 5ഉം ഇവിടുത്തെ 15 കൂടെ 10 വരും. അപ്പോൾ 60 ഈസ് ഈക്വൽ ടു 64 - x. എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി 60 അപ്പുറത്തോട്ടും കൊണ്ടുപോകുമ്പോൾ 64 - 60 ഈക്വൽ ടു 4 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പോൾ അവരുടെ വെയ്റ്റ് മിസ്സസ് ഗുപ്തയുടെ 4 കിലോഗ്രാം ആണ് കുറഞ്ഞത്. അപ്പോൾ ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ടും കൂടെ തരുന്നുണ്ട്.